ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉപ്പുമാങ്ങ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഭരണി എടുത്ത് കഴുകി തുടച്ച് വെയിലത്ത് ഉണക്കി വയ്ക്കണം. പിന്നെ മാങ്ങകളെല്ലാം ഞെട്ട് കളയാതെ പൊട്ടിച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ശേഷം ഓരോന്നും നമ്മൾക്ക് നന്നായിട്ടൊരു വൈപ്പിംഗ് ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഉണങ്ങി ചില്ല് പാത്രമോ ഭരണി ഏതാണെന്ന് വെച്ചെടുത്തിട്ട് ആദ്യം തന്നെ ഒരു കൈപ്പിടി ഉപ്പ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഓരോ മാങ്ങയും എടുത്ത് ചൊന കളയാതെ ആ ബോട്ടിലേക്ക് ഉപ്പിലിൻ്റെ ഉള്ളിലേക്ക് ചൊന അതിനകത്തേക്ക് ഇടാം. ശേഷം തണ്ട് കളയുക, മാങ്ങ ബോട്ടിലേക്ക് നിറയ്ക്കുക. ഇങ്ങനെ ലെയറായിട്ട് നിറയ്ക്കും. വീണ്ടും നിറച്ചിട്ട് ഉപ്പ് ശേഷം ഇടും, വീണ്ടും മാങ്ങ നിറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ഉപ്പുമാങ്ങ തയ്യാറാക്കുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് കുലുക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 6 മാസം വരെയൊക്കെ നമ്മൾക്ക് മാങ്ങ കേടുകൂടാതെ കിട്ടും. ഇതുപോലെ ആണ് തണ്ട് ഒടിച്ച് മാറ്റേണ്ടത്. തണ്ട് ഒടിച്ച് ആ ചൊന കുപ്പിയുടെ ഉള്ളിലേക്ക് വരുത്തണം. ആ ചുനയാണ് നമ്മൾക്ക് പൂപ്പലൊന്നും വരാതെ ഉപ്പുമാങ്ങ എണ്ണയിലൊക്കെ കേടാവാതിരിക്കണത് ഇതിൻ്റെ ചുന ഉപയോഗിക്കുമ്പോഴാണ്. പണ്ട് കാലം മുതൽ എല്ലാവരും പറയും ചുന കളയാതെ കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഭരണിയിലേക്ക് നിറച്ചിട്ട് അത് ഒഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ അച്ചാറോ അല്ലെങ്കിൽ അതൊന്നും കേടാവാതിരിക്കാനായിട്ട് ഈ മാങ്ങ ഇങ്ങനെ ഇട്ടാൽ നല്ലതായിരിക്കും. രണ്ട് കിലോ മാങ്ങയ്ക്ക് 1/4 കിലോ ഉപ്പെന്ന കണക്കിലാണ് ഞാൻ എടുക്കുന്നത്.
അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും ആ സമയത്ത്. പിന്നെ എല്ലാം നിറഞ്ഞ് ഇതുപോലെ ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് ബോട്ടിൽ നന്നായിട്ട് അടിച്ച് വയ്ക്കുക. എന്നിട്ടൊരു തുണി വെച്ചിട്ട് ബോട്ടിൽ നന്നായിട്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ബോട്ടിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒട്ടും നമ്മൾ ഒഴിക്കുന്നില്ല. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ, കല്ലുപ്പാണ് നല്ലത്, അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്തേക്ക് തന്നെ വെള്ളം ഇറങ്ങി വരും.